ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഉമ്മ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് എല്ലാവരുടെ വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? അപ്പം നമുക്കിന്ന് ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്ന എഗ്ഗ് ഫ്രൈഡ് റൈസ് ചെയ്യാമല്ലേ? അപ്പോൾ അതിനൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ടിട്ട് നല്ലപോലെ തന്നെ കയ്യിൽ വെച്ച് നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഉപ്പിട്ട വീഡിയോ എൻ്റെ നിന്ന് മിസ്സായിപ്പോയി. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ തന്നെ ചൂടായി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച മുട്ടയുണ്ടല്ലോ, അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലാം നന്നായിട്ടൊന്നിങ്ങനെ ഇളക്കി കൊടുത്ത് നമുക്കതൊന്ന് ചിക്കി എടുക്കാം കേട്ടോ. കണ്ടില്ലേ, ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മാറ്റി വെക്കാം കേട്ടോ. പിന്നെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 3 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 6 വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞതും, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞതും, ഒരു ചെറിയ സവാള ഇതേപോലെ വലിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും ഇട്ട് കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കിയൊക്കെ യോജിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി, ഭയങ്കരമായിട്ട് മൊരിയിച്ചൊന്നും എടുക്കണ്ട കേട്ടോ. അപ്പോൾ വാടി വന്നപ്പോൾ അതിലേക്ക് ഒരു ക്യാരറ്റ് ചെറുതാക്കി അരിഞ്ഞതും, 7-8 ബീൻസ് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയതും, പകുതി ക്യാപ്സിക്കം, ഇതിലേക്ക് കുറച്ച് ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കിയൊക്കെ യോജിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഭയങ്കരമായിട്ട് വാടിയൊന്നും വരണ്ട, അതിൻ്റെ കളറൊന്നും മാറണ്ട, വെറുതെ ഒന്ന് വാടിയാൽ മതി കേട്ടോ. അപ്പോൾ അതൊന്ന് വാടി വന്ന സമയത്ത് ഞാൻ അതിലേക്ക് 2 ടീസ്പൂൺ സോയാ സോസും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് എന്തായാലും കുറച്ചിട്ടത് അതുകൊണ്ടാണ് കേട്ടോ. ആദ്യം ഇനി എല്ലാം കൂടി നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ചോറ് വേവിച്ചപ്പോൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ നന്നായിട്ട് തന്നെ യോജിപ്പിച്ചതിന് ശേഷം ബാക്കിയുള്ള ചോറും ഇട്ട് കൊടുത്ത് അതിലേക്കൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നല്ലപോലെ തന്നെ ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. ഇനി നമ്മൾ ആദ്യം ചിക്കി വെച്ചില്ലേ മുട്ട, അതും ഇട്ട് കൊടുത്ത് നല്ലപോലെ തന്നെ എല്ലായിടത്തും ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളുടെ എള്ളെണ്ണയില്ലേ, അത് 2 ടീസ്പൂൺ ഇതേപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സ്പ്രിംഗ് ഒനിയനും ഇട്ട് കൊടുക്കുന്നുണ്ട്. സ്പ്രിംഗ് ഒനിയൻ നിർബന്ധമില്ല കേട്ടോ, എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രം ഇട്ടതാണ്. നിങ്ങളുടെ കയ്യിൽ അതില്ലാന്ന് വിചാരിച്ചിട്ട് ടെൻഷൻ ആവൊന്നും വേണ്ട. എന്നിട്ട് എല്ലാം കൂടി നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കിയൊക്കെ യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് വിളമ്പാലേ കുറച്ച്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള എഗ്ഗ് ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനിതിൻ്റെ കൂടെ ഗോബി മഞ്ചൂരിയനാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം നിങ്ങൾ എന്തായാലും വീട്ടിൽ ഇതേപോലെ തന്നെ നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതല്ലേ. അപ്പം എന്തായാലും ഇതുപോലെ തന്നെ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും വേണം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.